മല്ലു സിംഗ് എന്ന സിനിമയിലൂടെ മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു നടൻ. പിന്നീട് പതിയെ പതിയെ പല സിനിമകളിലൂടെയും അദ്ദേഹം ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങി. പക്ഷേ 2022 റിലീസായ മാളികപ്പുറം എന്ന സിനിമയിലൂടെ അദ്ദേഹം കുറച്ച് ഫാമിലി ഓഡിയൻസിനെയൊക്കെ ബിൽഡ് ചെയ്തെടുത്തു. എന്നാൽ ആ ഒരു സിനിമയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം താഴോട്ടേക്ക് തന്നെ പോയി. പക്ഷേ ഈ അടുത്ത് റിലീസ് ചെയ്ത മാർക്കോ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ശരിയായ ഒരു തിരിച്ചുവരവ് നടത്തി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ ഉണ്ണി മുകുന്ദന്റേതായിട്ട് മാർക്കോയ്ക്ക് ശേഷം റിലീസ് ചെയ്ത പടം ബഡ്ജറ്റ് കൂടി തിരിച്ചു കിട്ടാതെ പരാജയപ്പെട്ടു. എന്തായിരിക്കും ഇതിനുള്ള പ്രധാന കാരണം? നമുക്ക് സംസാരിക്കാം. ഏതായാലും നമുക്ക് ഉണ്ണി മുകുന്ദന്റെ സിനിമ കരിയർ അനാലിസിസിലേക്ക് കടക്കാം. ഉണ്ണി മുകുന്ദന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു മലയാളം സിനിമയായിരുന്നില്ല, പകരം ഒരു തമിഴ് സിനിമയിലായിരുന്നു ഉണ്ണി മുകുന്ദൻ ആദ്യമായി അഭിനയിച്ചത്. 2011 ധനുഷ് നായകനായിട്ട് വന്ന സീഡൻ എന്ന സിനിമയിലൂടെയായിരുന്നു ഉണ്ണി മുകുന്ദൻ സിനിമാ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ നന്ദനം സിനിമയുടെ തമിഴ് റീമേക്കാണ് ഈ പറയുന്ന സീഡൻ എന്ന സിനിമ. നമ്മുടെ നന്ദനം സിനിമയിലെ പൃഥ്വിരാജിന്റെ റോളാണ് ആ ഒരു പടത്തിലെ ഉണ്ണി മുകുന്ദന് കിട്ടിയിട്ടുള്ളത്. പൃഥ്വിരാജിന്റെ അതേ സെയിം ക്യാരക്ടർ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചാൽ പോരെ അതില് ഉണ്ണി മുകുന്ദന്റെ പ്രാധാന്യം അത് അത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ധനുഷ് തന്നെയാണ് അതിലെ കൃഷ്ണനായിട്ട് വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു പടം ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല. പക്ഷേ ഈ രണ്ട് പടത്തിനും ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരേ സിനിമയുടെ വ്യത്യസ്ത ഭാഷകളിലെ സെയിം ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ച ഉണ്ണി മുകുന്ദനും പൃഥ്വിരാജും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കരിയറിലെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. ഇപ്പൊ പ്രസന്റിൽ നോക്കുവാണെങ്കിൽ രണ്ടുപേരും മലയാളത്തിലെ മികച്ച നടന്മാരാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഓഡീഷൻ വഴിയാണ് ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയിലേക്ക് സെലക്ട് ആയിട്ടുള്ളത്. അതേ വർഷം തന്നെ മമ്മൂട്ടി നായകനായി വന്ന ബോംബെ മാർച്ച് 12 എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ഉണ്ണി മുകുന്ദൻ ആദ്യമായി കടന്നു വരുന്നത്. പക്ഷേ പ്രേക്ഷകർക്കിടയിൽ ആ ഒരു പടം വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതേ വർഷം തന്നെയാണ് ബാങ്കോക്ക് സമ്മർ എന്ന പേരിൽ ഉണ്ണി മുകുന്ദൻ നായകനായി വരുന്ന ആദ്യ മലയാള സിനിമ പുറത്തിറങ്ങുന്നത്. അതും അത്ര കണ്ട് മികച്ചു നിൽക്കുന്ന സിനിമ എന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ തൊട്ട് പിറ്റത്തെ വർഷം, അതായത് 2012 തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമ റിലീസ് ചെയ്തു. അതിലൊരു വിക്കുള്ള നായക കഥാപാത്രമായിട്ടാണ് ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്നത്. എന്താ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. പണ്ടൊക്കെ ടി-വിയിൽ മഴവിൽ മനോരമ ചാനലില് ഈ ഒരു പടം ഇടക്കിടക്കെ കാണിക്കാറുണ്ട്. എന്റെ ഓർമ്മയില് ഞാൻ 2-3 വട്ടം ഈ ഒരു പടം കണ്ടിട്ടുണ്ട്. അത്ര നല്ല പടം ആണെന്നൊന്നും പറയാൻ പറ്റൂല, ജസ്റ്റ് കണ്ടിരിക്കുക അത്ര തന്നെ. ഈ ഒരു പടം റിലീസ് ചെയ്ത അതേ വർഷം തന്നെയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയർ മാറ്റിയെടുത്ത മറ്റൊരു സിനിമ റിലീസ് ചെയ്യുന്നത്. അതെ, മല്ലു സിംഗ്. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. और तू मुझे बुला सकता है മല്ലു സിംഗ്. ഓരോ നടനും അവരുടെ കരിയർ ചേഞ്ചിങ് ആയിട്ട് ഓരോരോ സിനിമ വരുന്നത് നമ്മൾ കേൾക്കാറില്ലേ? അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെ സിനിമാ കരിയർ അടപടലം മാറ്റിമറിച്ചൊരു സിനിമയാണ് ഈ പറയുന്ന മല്ലു സിംഗ്. ഞാൻ ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. ഉണ്ണി മുകുന്ദന്റേതായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമയും ഈ പറയുന്ന മല്ലു സിംഗ് തന്നെയാണ്. മലയാളത്തിൽ തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയ കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെ ഈ ഒരു പടത്തിൽ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു പടം കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷേ സിനിമ ഒന്നടങ്കം അഴിഞ്ഞാടി എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഈ പറയുന്ന ഉണ്ണി മുകുന്ദനാണ്. ഈ ഒരു പടത്തിലെ മല്ലു സിംഗ് എന്ന് പറയുന്നത് ആസിഫ് അലിയാണ്. പക്ഷേ ആ മല്ലു സിംഗ് ആയിട്ട് അഭിനയിക്കുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ എന്ന നടനെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത് ഈ പറയുന്ന മല്ലു സിംഗ് എന്ന സിനിമയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈ സിനിമയിലെ ഉണ്ണി മുകുന്ദന്റെ ക്യാരക്ടറിലേക്ക് ആദ്യം കാസ്റ്റ് ചെയ്തത് പൃഥ്വിരാജിനെയായിരുന്നു. ഈ സിനിമയിലേക്കുള്ള മല്ലു സിംഗിന്റെ കോസ്റ്റ്യൂമിൽ പൃഥ്വിരാജിന്റെ ഫോട്ടോഷൂട്ട് വരെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം പൃഥ്വിരാജ് തന്നെയാണ് ഉണ്ണി മുകുന്ദന്റെ പേര് ഇതിലേക്ക് സജസ്റ്റ് ചെയ്തത്. പക്ഷേ പൃഥ്വിരാജിന്റെ ആ ഒരു തീരുമാനം വളരെ ശരിയായിരുന്നു എന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം ഉണ്ണി മുകുന്ദനെ നമ്മൾ ഇന്ന് കാണുന്ന ഉണ്ണി മുകുന്ദനാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഈ ഒരു മല്ലു സിംഗ് എന്ന സിനിമയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഉണ്ണി മുകുന്ദൻ എന്ന നടനിൽ കിടിലൻ ഒരു ഹീറോ ക്യാരക്ടർ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണെന്ന് വേണ്ടിക്ക് പറയാം. ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദന്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എല്ലാവരും ഉറപ്പിച്ചിരുന്നതായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതുപോലൊരു ഇമ്പാക്റ്റ് വന്ന മറ്റൊരു ഉണ്ണി മുകുന്ദൻ സിനിമ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാർക്കോയും പിന്നെ മാളികപ്പുറം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ണി മുകുന്ദന്റെ സൗണ്ട് മറ്റൊരു വ്യക്തിയായിരുന്നു ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനേറെ ഇത്രയും വലിയ വിജയമായ മല്ലു സിംഗ് എന്ന സിനിമയിൽ കൂടി ഉണ്ണി മുകുന്ദന്റെ ഓൺ സൗണ്ട് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. എന്തോ ചങ്കൂറ്റോ ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും
ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. മല്ലു സിംഗിന്റെ വമ്പൻ വിജയത്തിന് ശേഷം അതേ വർഷം തന്നെ ഏഴാം സൂര്യൻ എന്ന മറ്റൊരു സിനിമയിലാണ് ഉണ്ണി മുകുന്ദൻ അടുത്തതായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ആ ഒരു പടം ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ പരാജയമായിരുന്നു. അതിനുശേഷം വന്ന ഒട്ടുമിക്ക സിനിമകളും വലിയ രീതിയിൽ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ 2014 മലയാളത്തിലെ ബെസ്റ്റ് മോട്ടിവേഷണൽ സിനിമ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന വിക്രമാദിത്യൻ റിലീസായി. ദുൽഖർ സൽമാന്റെ കൂടെ ഇഞ്ചോടിഞ്ച് പിടിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഉണ്ണി മുകുന്ദൻ ആ ഒരു സിനിമയിൽ വരുന്നത്. ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ എത്ര തവണ TV-യിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്കില്ല. വേണ്ടെങ്കിൽ ഇപ്പം ആ ഒരു സിനിമ TV-യിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിരുന്ന് കാണും. കാലങ്ങൾക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ്റെതായിട്ട് വന്നിട്ട് വലിയ രീതിയിൽ വിജയിച്ച ഒരു സിനിമയാണ് വിക്രമാദിത്യൻ. വിക്രമാദിത്യൻ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ അടുത്തതായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായിട്ട് വരുന്ന ഫയർമാൻ എന്ന സിനിമ. ഈ ഒരു പടം ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. കാരണം ഈ ഒരു സിനിമ ഇറങ്ങുന്നതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിൽ ചാല എന്ന സ്ഥലത്ത് ഒരു ടാങ്കർ ലോറി അപകടമുണ്ടാവുന്നത്. ഞാനൊരു കണ്ണൂർക്കാരനായതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയും അതിന്റെ സ്റ്റോറിയും എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ കണക്ട് ആവുന്ന ഒന്നായിരുന്നു. ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം പിന്നീട് റോട്ടിലൂടെ ഓരോരോ ടാങ്കർ ലോറികളെല്ലാം പോകുന്നത് കാണുമ്പം എനിക്ക് പേടിയാവും. പക്ഷേ ഈ ഒരു പടം അക്കാലത്തെ മലയാളത്തിലെ മികച്ചൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിട്ട് കൂടി പടം വേണ്ടത്ര വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു പടത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ്റെതായിട്ട് വൻ ഹൈപ്പിലൊരു സിനിമ റിലീസായി. 1990 മമ്മൂട്ടി നായകനായിട്ട് വന്ന് വലിയ രീതിയിൽ വിജയിച്ച സാമ്രാജ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം. ഈ ഒറ്റൊരു കാരണം മാത്രം പോരെ ആ ഒരു പടത്തിന്റെ ഹൈപ്പ് അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. മമ്മൂട്ടി നായകനായ സാമ്രാജ്യത്തിന്റെ ഒന്നാം ഭാഗം കിടിലൻ ഒരു സിനിമയാണെങ്കിൽ അതിന്റെ രണ്ടാം ഭാഗം കിടിലൻ ഒരു സീരിയലായിരുന്നു. ബോംബ് എന്നെല്ലാം പറഞ്ഞാറുണ്ടല്ലോ, എന്റെ മോനെ ആറ്റം ബോംബിനും ആ ഒരു സിനിമ. അയ്യോ സിനിമയല്ല, സോറി ക്ഷമിക്കണം, സീരിയല്. ഇതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ വന്നതിൽ ഏറ്റവും മോശം സിനിമ. നിങ്ങൾ കേൾക്കണം, IMDb-യിൽ 1.7 ആണ് ഈ ഒരു സിനിമയുടെ റേറ്റിംഗ്. വെറും 1.7. അതിലൂടെ തന്നെ മനസ്സിലാക്കുക ഈ ഒരു സിനിമയുടെ നിലവാരം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നീട് 2016 സ്റ്റൈൽ എന്ന സിനിമ പുറത്തിറങ്ങി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൊവിനോ തോമസ് ആണ് അതിലെ മെയിൻ വില്ലനായിട്ട് വരുന്നത്. എനിക്ക് പേഴ്സണലി അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണിത്. പക്ഷേ പിന്നീട് അങ്ങോട്ടും നിരവധി ബോംബ് സിനിമകളാണ് ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാള സിനിമയിൽ മാത്രമല്ല മലയാളത്തിന് പുറത്തും അദ്ദേഹം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ NTR-ഉം അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ജനതാ ഗാരേജ് എന്ന സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വില്ലൻ വേഷം അതിൽ ഉണ്ണി മുകുന്ദൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല മറ്റ് നിരവധി അന്യഭാഷാ സിനിമകളിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ നായകനായ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ, അത് നല്ലൊരു സിനിമയായിട്ട് കൂടി കുറെ പേര് അതിനെ രാഷ്ട്രീയപരമായി വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉണ്ണി മുകുന്ദന്റെ അർഹിച്ച വിജയം ലഭിക്കാതെ പോയ സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പം 2018 റിലീസായ ഇര എന്ന സിനിമ, അത് നല്ലൊരു സിനിമയായിട്ട് കൂടി വേണ്ട രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ നിവിൻ പോളി നായകനായ മിഖായേൽ എന്ന സിനിമയിലെ ഉണ്ണി മുകുന്ദന്റെ വില്ലൻ ക്യാരക്ടർ അത്യാവശ്യം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മല്ലു സിംഗ് ഒക്കെ പോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു സിനിമ അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നീണ്ട പരാജയ സിനിമകൾക്കൊടുവിൽ മാളികപ്പുറം എന്ന സിനിമ റിലീസായി. ചുരുക്കി പറയുകയാണെങ്കിൽ ഫാമിലി ഓഡിയൻസിനെടുക്കുക ആ ഒരു പടം വലിയ രീതിയിൽ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. ഉണ്ണി മുകുന്ദൻ സിംഗിൾ ഹീറോ ആയിട്ട് വന്ന് ആദ്യമായി 50 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടുന്ന സിനിമയായിട്ട് മാളികപ്പുറം മാറി. പക്ഷേ അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച പല സിനിമകളും പരാജയമായിരുന്നു. അങ്ങനെ 2024 ഇന്ത്യയിലെ മോസ്റ്റ് വയലന്റ് മൂവി എന്നറിയപ്പെടുന്ന മാർക്കോ റിലീസായി. ബോക്സ് ഓഫീസിൽ ഏകദേശം 100 കോടിയിലധികം ഈ ഒരു സിനിമ കളക്ട് ചെയ്തു. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി സിനിമ. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു A സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പടം 100 കോടിയിലധികം കളക്ട് ചെയ്യുന്നത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും ഫാമിലി ഓഡിയൻസിനെ അല്ല, പകരം യൂത്ത് ഓഡിയൻസിനെയാണ് ഈ ഒരു സിനിമ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ നോർത്ത് സൈഡിൽ ഇത്രയധികം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. വയലൻസ് ബേസ്ഡ് നോക്കുമ്പം ഇതൊരു കിടിലൻ സിനിമയാണെങ്കിലും സ്റ്റോറി ബേസ്ഡ് നോക്കുവാണെങ്കിൽ ഇതെനക്ക് വലിയ രീതിയിൽ കണക്ട് ആയിട്ടില്ല. ഇനി ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാവുന്നതിനെ കുറിച്ച് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം കേരളത്തിൽ ഇപ്പം നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇത്തരത്തിലുള്ള സിനിമകളാണ് കാരണം എന്നല്ലേ പല പ്രമുഖരും അവകാശപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവസാനമായിട്ട് ഉണ്ണി മുകുന്ദൻ്റെതായിട്ട് വന്ന സിനിമ കൊടുത്ത ബഡ്ജറ്റ് കൂടി തിരിച്ചു കിട്ടാതെ പരാജയപ്പെട്ടു.
അതേപോലെ തമിഴിൽ ഈ അടുത്ത് റിലീസായ ഗരുഡൻ എന്ന സിനിമയിലെ ഉണ്ണി മുകുന്ദന്റെ കിടിലൻ ഒരു നെഗറ്റീവ് റോള് അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഉണ്ണി മുകുന്ദനെ കുറിച്ച് പറയാനാണെങ്കിൽ തന്റെ ജീവിതത്തിൽ തന്നെ നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. അതുകൊണ്ട് തന്നെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ മല്ലു സിംഗ് എന്ന സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദന്റെ ആ ഒരു സ്റ്റാർഡം അദ്ദേഹത്തിന്റെ പിന്നീടുള്ള സിനിമകളിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതിരുന്നതാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിനുള്ള പ്രധാന കാരണം. മാർക്കോ സിനിമയുടെ വിജയത്തോടു കൂടി തന്നെ തന്റെ കരിയറിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ തന്റെ സ്റ്റാർഡം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഇനി വരാൻ പോകുന്ന സിനിമകളെ കുറച്ചും കൂടി സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യുക.